വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ട്യൂഷൻ ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ പഠിപ്പിക്കാനൊന്നും പോണില്ല. പകരം ഒരു കോമ്പറ്റീഷൻ നടത്താൻ പോവാ. അതും ഒരു ക്വിസ് കോമ്പറ്റീഷൻ. ഞാൻ പിന്നെ എല്ലാവരോടും പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കുറിച്ചാ പഠിക്കാൻ പറഞ്ഞേ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇത് പിന്നെ ഒരു ക്വിസ് കോമ്പറ്റീഷനാ. ഈ കോമ്പറ്റീഷനിൽ ആരാണോ ജയിക്കണേ അവർക്ക് എൻ്റെ വക ഒരു സമ്മാനം കിട്ടും. അപ്പം എങ്ങനെയാണ്, എല്ലാവരും റെഡിയല്ലേ? അണ്ണാ, അത് പിന്നെ ഞാൻ മൊത്തത്തില് പഠിച്ചില്ല. എടാ പിഞ്ചാനെ, അണ്ണാന്നൊക്കെ വീട്ടിൽ വിളിച്ചാൽ മതി. ഇത് ക്ലാസ് ആണ്. കോൾ മീ സാർ. ഓ സോറി സാറേ, അത് പിന്നെ ഞാൻ മൊത്തത്തില് പഠിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ കോമ്പറ്റീഷൻ? എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ? എടാ പിഞ്ചാനെ, നീ എന്തേ പറയണേ? നിങ്ങൾക്ക് ഞാനേ ഒരാഴ്ച സമയം തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. എന്നിട്ടും നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞില്ലേ? കോമ്പറ്റീഷൻ ഇപ്പോൾ ഏതായാലും മാറ്റിവയ്ക്കാൻ പോണില്ല. കോമ്പറ്റീഷൻ ഇന്നലെ നടത്തും. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതാണ് ടോപ്പിക്ക്. ഇതിൽ ജയിക്കുന്നവർക്ക് സമ്മാനം കിട്ടും, അല്ലാത്തവർക്ക് ഒന്നും കിട്ടില്ല. അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോണേ. അപ്പം എല്ലാവരും റെഡിയല്ലേ? ആ സാറേ, നമ്മളൊക്കെ എപ്പോഴും റെഡിയാ. ഞാൻ പിന്നെ മൊത്തം പഠിച്ചിട്ടാ വന്നേക്കണ്. ആണോ? എന്നാ ശരി. നോബിത പിന്നെ ഒരു പഠിപ്പിയാണേ. അവൻ മൊത്തം പഠിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഏതായാലും ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ കോമ്പറ്റീഷനിൽ ആരെ ജയിക്കാന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അത് പിന്നെ നമ്മുടെ മരുഭൂമിയില്ലേ, മരുഭൂമി, അവിടെ പോയാലേ ഒരു ചെടി കാണാൻ പറ്റും. ആ ചെടിയുടെ പേരെന്താണെന്നറിയോ ആർക്കെങ്കിലും? എടാ പിഞ്ചാനെ, ഉത്തരം പറയാ. മരുഭൂമിയിൽ ഏത് ചെടിയാണ് കാണാൻ പറ്റുക? ഏ എന്താ സാറേ, എനിക്ക് മനസ്സിലായില്ല. മരുഭൂമിയില് ചെടിയാ? മരുഭൂമിയിൽ അതിന് ചെടിയൊക്കെ ഉണ്ടാ? ആടെ മൊത്തം മണ്ണ് മാത്രല്ലേ ഉള്ളോ? ആ ബെസ്റ്റ്. നിനക്കപ്പോൾ ആൻസർ അറിയില്ല. എടാ പിഞ്ചാനെ, മരുഭൂമിയിൽ ഒരു ചെടിയുണ്ട്. അത് നിനക്കറിയില്ല? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. വേറെ ആരോട് ചോദിക്കുക? എടാ കിക്കോയെ, നീ ആൻസർ പറ. ഞാനാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. മരുഭൂമിയിൽ ഏതാ ചെടി? മനസ്സിലായി, കാക്ടസ്. യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ ഇപ്പോൾ കിക്കോ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. മരുഭൂമിയിൽ പോയാലേ നമുക്ക് ഇഷ്ടം പോലെ കാക്ടസ് കാണാൻ പറ്റും. എടാ പിഞ്ചാനെ, എന്തുവാടേ? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിന് പോലും ആൻസർ പറയാൻ പറ്റിയില്ല. അയ്യോ സാറേ, എനിക്കറിയായിരുന്നു അത് കാക്ടസ് ആണ്. പക്ഷെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സാറേ, ഒരു ചാൻസ് കൂടി കിട്ടോ? ഏയ് ഇല്ലില്ല, നിനക്കിനി ചാൻസ് ഒന്നുമില്ല. തൽക്കാലം ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോ. ഓക്കെ, ഇവിടെ നമ്മൾ പിഞ്ചാനെ പിടിച്ച് പുറത്താക്കി. ഇനിയിപ്പോൾ ക്ലാസ്സിൽ 5 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ആരെ ജയിക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഉത്തരം ശരിയില്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്? സിമ്പിൾ ക്വസ്റ്റ്യനാ. കിങ് ഓഫ് ദ ഫോറസ്റ്റ് അല്ലേ? സാറേ, എനിക്കറിയാം. എടാ ഷിൻചാനെ, നിന്നോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം ആൻസർ പറയാ. ഇതിലിപ്പോൾ ആരോടെ ചോദിക്കുക? എടാ ശിവ, നീ ആൻസർ പറ. കാട്ടിലെ രാജാവ് ആരാണ്? ഹൂ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്? കാട്ടില് രാജാവൊക്കെ ഉണ്ടാ? ഒരു മിനിറ്റ്, അതെനിക്കറിയാലോ. സിംഹം. യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ ശിവയും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. സിംഹാണ് കാട്ടിലെ രാജാവ്. എന്തെങ്കിലും ആവട്ടെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാ. ഒരു എട്ടുകാലിക്ക് എത്ര കാലുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യനാ. ഏത് പൊട്ടനും ആൻസർ പറയാൻ പറ്റും. ആരോടെ ചോദിക്കുക? എടാ നോബിത, നീ ആൻസർ പറ. ഒരു എട്ടുകാലിക്ക് എത്ര കാലുണ്ട്? ഒരു മിനിറ്റ്, 8 കാലിക്ക് എത്ര കാലുള്ള? മുമ്പിൽ 2, പിന്നിൽ 2, ഒരു സൈഡിൽ 2, മറ്റേ സൈഡിലും 2. അപ്പോൾ 2 2 2 2 8. 8 കാലുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ. എട്ടുകാലിക്ക് 8 കാലാണുള്ളത്. എന്തെങ്കിലും ആവട്ടെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പ്രാണികളെ പിടിക്കാനേ ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ പേരെന്താണെന്നറിയോ?
ആരോട് ചോദിക്കുക? എടാ കിക്കോയെ, നീ ആൻസർ പറ. എന്തുട്ട്? എനിക്ക് മനസ്സിലായില്ല. പ്രാണികളെ പിടിക്കാൻ ചെടിയാ? ആടെ കിക്കോ, മനസ്സിലായില്ലേ? ആ എന്നാ ശരി, ഞാൻ നിനക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇപ്പം മനസ്സിലായ ഇത് ഏതാ ചെടിന്ന്? ആ സാറേ, എനിക്ക് മനസ്സിലായി. ഈ ചെടി ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇത് പ്രാണികളെ പിടിക്കും എന്നിട്ട് വിഴുങ്ങുന്ന തോന്നണേ. പക്ഷെ എൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അയ്യോ, എൻ്റെ പേരെന്തായിരുന്നു സാറേ? ഓർമ്മയില്ല. അത് ശരി, നിനക്കപ്പോൾ ആൻസർ ഓർമ്മയില്ല. ഇനിയിപ്പോൾ പിഞ്ചാന് ഒരു കൂട്ടായി. ഓക്കെ, കിക്കോനെങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇനിയിപ്പോൾ 4 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. ആരോട് ചോദിക്കുക? ആ എടാ ഡോറേമോനെ, നീ ഇവിടെ ഇരിക്കണ്ടായിരുന്നാ? എന്നാ പിന്നെ ആൻസർ പറഞ്ഞേ. സാറേ, എനിക്ക് ആ ചെടിയുടെ പേരറിയാം. അതെന്തായിരുന്നു? ആ, എന്തോ ഫ്ലൈ ട്രാപ്പാ. വീനസ് ഫ്ലൈ ട്രാപ്പ്. യെസ്, കറക്റ്റ് ആൻസർ. ആ ചെടിയുടെ പേര് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നാ. അത് പ്രാണികളെ പിടിച്ച് തിന്നും. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ആനിമൽ ഹാസ് ദ ലോങ്ങസ്റ്റ് നെക്ക്? വലിയ കഴുത്തുള്ള മൃഗം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യനാ. വലിയ കഴുത്ത് ആർക്കണോ ഉള്ളേ? എടാ ഷിൻചാനെ, ആൻസർ പറ. വലിയ കഴുത്തുള്ള മൃഗ? ആർക്കാ വലിയ കഴുത്തുള്ള? ആ, ജിറാഫ്. ജിറാഫിന് വലിയ കഴുത്തുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ. ജിറാഫിനാണ് വലിയ കഴുത്തുള്ളത്. ആ എന്തെങ്കിലും ആവട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് പക്ഷിയാണ് വലിയ സൈസുള്ള മുട്ടയിടാ? വലിയ മുട്ട. എടാ ശിവ, ആൻസർ പറ. വലിയ സൈസുള്ള മുട്ടയാ? ആ, ആനമുട്ട. ആനമുട്ടയാ? ആന ഇന്ന് തൊട്ട മുട്ടയിട്ടെ? ആ വെറുതെ ഓരോന്നും വിളിച്ചു പറയാ. എടാ നോബിതേ, നീ പറ. വലിയ സൈസുള്ള മുട്ടയാ? വലിയ സൈസുള്ള മുട്ട ആരടാ? ആ മനസ്സിലായി, ഒട്ടപക്ഷി. യെസ്, കറക്റ്റ് ആൻസർ. ഞാൻ പിന്നെ പക്ഷികളുടെ കാര്യം ചോദിച്ചേ. മറ്റവൻ ആനെന്നൊക്കെ പറയണ്. ശിവൻ ഏതായാലും നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇനി ഇവിടെ 3 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പട്ടികൾ എങ്ങനെയാണ് കുറയ്ക്കണേ? എടാ ഷിൻചാനെ, നീ ആൻസർ പറ. പട്ടികളിപ്പോ എങ്ങനെ കുറയ്ക്കുക? അണ്ണന്റെ പോലെ കുറയ്ക്കും. എന്തുട്ട്? നീ എന്താ പറഞ്ഞേ? അതല്ല അണ്ണാ, അത് പിന്നെ പട്ടികള് ഇങ്ങനെ കുറയ്ക്കുക. ബൗ ബൗ ബൗ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഇവിടെ ഇപ്പോൾ ഷിൻചാനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: അത് പിന്നെ ചില ആനിമൽസ് ഉണ്ട്, അവർ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ, അവർ മീറ്റൊന്നും കഴിക്കില്ല. അങ്ങനത്തെ തരം ആനിമൽസിനെ ഒരു പേര് പറയും. ആ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആരോട് ചോദിക്കുക? എടാ ഷിൻചാനെ, നീ തന്നെ പറ. എന്നിട്ട് വെജിറ്റേറിയൻസ് മാത്രം കഴിക്കണ ആനിമൽസാ? അങ്ങനെയൊക്കെ ഉണ്ടാ? ആ എനിക്കറിയാം. ഈ പശു, ആട് ഇവരൊക്കെ ഫുള്ള് വെജിറ്റേറിയൻസാ. അവർ മീറ്റൊന്നും കഴിക്കില്ല. അവരൊക്കെ എങ്ങനെ വിളിക്കുക? ആ പേര് ഞാൻ മറന്നു. അത് ശരി, നിനക്കപ്പോൾ ആൻസർ അറിയില്ല. ഇനിയിപ്പോൾ ആരോട് ചോദിക്കുക? എടാ നോബിത, നീ ആൻസർ പറ. ആ സാറേ, ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹെർബിവോറസ്, കാർണിവോറസ്, ഓംനിവോറസ്. ആ മനസ്സിലായി, ഹെർബിവോറസ്. ഇവരാണ് വെജ് മാത്രം കഴിക്കുക. ആടെ നോബിതേ, കറക്റ്റ് ആൻസർ. നോബിതയ്ക്ക് പിന്നെ എല്ലാം അറിയാം. ഷിൻചാനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇനി 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനാ. വിച്ച് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? അതാർക്കെങ്കിലും അറിയോ? എടാ ഡോറേമോനെ, നീ ആൻസർ പറ. എന്തുട്ട്? നാഷണൽ ഫ്ലവറാ? അയ്യോ, അതെന്തായിരുന്നു? ഞാൻ മറന്നൂലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്തായിരുന്നു? സൺഫ്ലവർ ആണോ? ഏയ്, സൺഫ്ലവർ ഒന്നല്ല. എടാ നോബിതേ, നീ ആൻസർ പറ. നീയും കൂടി മാത്രമേ ബാക്കിയുള്ളൂ.
ആ സാറേ എനിക്കറിയാം, ലോട്ടസ്. യെസ്, കറക്റ്റ് ആൻസർ. ലോട്ടസ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ഇവിടെ അങ്ങനെ ഡോറെമോനും ഔട്ടായി. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞില്ലേ ജയിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന്. അത് ദേ ഈ കാണുന്ന ബൈക്കാണ്. ഇത് പിന്നെ മറ്റേ ഹാർലയുടെ ബൈക്കാ. നൈസ് ബൈക്കാ. നോബിതയാണ് ഈ കോമ്പറ്റീഷനിൽ ജയിച്ചേ. ഇനി മുതൽ ഈ ബൈക്കില്ലേ അത് നോബിതയുടെ സ്വന്താ. സാറേ താങ്ക് യു സാറേ. എനിക്ക് ബൈക്കൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. താങ്ക് യു സാർ. എന്നാ പിന്നെ ശരിയപ്പോ ഞാൻ ഈ ബൈക്കൊന്ന് ഓടിക്കട്ടെ. ഗൈസ് ഇതുണ്ടില്ലേ, എനിക്കിവിടെ ഒരു ബൈക്ക് കിട്ടിയേക്കാ. എനിക്ക് പിന്നെ വലിയ കാര്യമായിട്ട് ബൈക്കൊന്നും ഓടിക്കാൻ അറിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.